നമുക്ക് ടസർ സാരീസിൻ്റെ ഒരു കളക്ഷനാണ്. ടസർ സാരീസിൽ ബോർഡറിലും മുന്താണിയിലും എംബ്രോയിഡറി വർക്ക് വന്നിരിക്കുന്ന സാരീസിൻ്റെ കളക്ഷനാണ് കാണിക്കുന്നത്. അപ്പോൾ 2 ഡിസൈൻ കാണിക്കുന്നുണ്ട്, ഡിഫറെൻറ്റ് ഷെയ്ഡ്സും ഉണ്ട്. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് വന്നിരിക്കുന്നത് ഇതേപോലെ ഒരു നേവി ബ്ലൂ ഷെയ്ഡിൽ വന്നിരിക്കുന്ന സാരി. അതിൻ്റെ ബോഡിയിൽ ഇതേപോലെ ഒരു ത്രെഡ് വീവിൻ്റെ ഒരു സ്ട്രൈപ്സ് പാറ്റേൺ പോലെ ഇങ്ങനെ ഒരു ത്രെഡ് വീവ് ഡിസൈൻ വന്നിട്ടുണ്ട്. അതുകൂടാതെ അതിൻ്റെ 2 ബോർഡറിലും ഡാർക്കർ ബ്ലൂ ആൻഡ് ലൈറ്റർ ബ്ലൂ കോമ്പിനേഷനിലുള്ള ഒരു എംബ്രോയിഡറി വർക്ക് 2 ബോർഡറിലും ഇങ്ങനെ വന്നിട്ടുണ്ട്. മുന്താണി വരുമ്പോൾ മുന്താണിയിലും ഇതേപോലെയാണ് ആ ഒരു വർക്ക് വന്നിരിക്കുന്നത്. ടാസൽസ് ഒക്കെ കെട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ബ്ലൗസ് വരുമ്പോൾ ബ്ലൗസിൻ്റെ സ്ലീവ് എൻഡിൽ, ബ്ലൗസ് പ്ലെയിൻ ബ്ലൗസ് വന്നിട്ട് സ്ലീവ് എൻഡിൽ ഇതേപോലെ ബോർഡറിൽ വന്നിരിക്കുന്ന എംബ്രോയിഡറി വർക്കാണ് കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെയാണ് സാരി വരുന്നത്. സാരിയുടെ എന്താ അടുത്ത സൈഡിലേക്ക് വരുമ്പോൾ ഇതേപോലെ നമ്മൾ പ്ലീറ്റ് ഇടുന്ന ഭാഗത്തെല്ലാം ഫുൾ ആ ഒരു വർക്ക് വരും. ബോഡി പ്ലെയിൻ. 6750 റേഞ്ചിൽ വന്നിരിക്കുന്ന നല്ല ബ്യൂട്ടിഫുൾ ടസർ സാരീസ്. വളരെ ലൈറ്റ് വെയ്റ്റ് ആണ്, ഉടുക്കാനൊക്കെ നല്ല കംഫർട്ടബിളാണ്. ടസർ സാരീസ് അറിയാമല്ലോ, ഒത്തിരി വെയിറ്റ് ഒന്നുമുള്ള സാരീസ് അല്ല. അടുത്ത് വരുന്ന ഒരു മെറൂൺ ഷെയ്ഡിൽ അതിനകത്ത് മുന്താണിയിൽ ഇതേപോലെ എംബ്രോയിഡറി വർക്ക്, 2 ബോർഡറിലും ഇതുപോലെ വർക്ക്. സെയിം പാറ്റേൺ തന്നെ ബ്ലൗസിൻ്റെ സ്ലീവെൻറ്റിലും ഈ ഒരു വർക്ക് വരും. ഒത്തിരി എംബ്രോയിഡറി വർക്കൊന്നും ഹെവി വർക്കൊന്നും ഇഷ്ടമില്ലാത്തവർക്ക് നല്ല സാരീസാട്ടോ ഇത്. ബോർഡർ വർക്ക് വരുന്നതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ട്. ഇത് കണ്ടോ, നല്ലൊരു ബ്യൂട്ടിഫുൾ ഗ്രീൻ. അതായത് ഒരു എന്താ നമ്മുടെ ഈ നല്ല ടെൻഡർ ലീവ്സിൻ്റെ തളിര ഇല എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതിൻ്റെയൊക്കെ ഒരു ഗ്രീൻ ഇല്ലേ, അതേപോലെ ഒരു ഗ്രീൻ. അടുത്ത് വരുന്ന അതിൻ്റെ ഒരു നല്ലൊരു ബ്ലൂ ഷെയ്ഡ്. ഇതൊരു സീ ബ്ലൂവിൻ്റെ ഒക്കെ ഇച്ചിരിയും കൂടെ ഡാർക്കായിട്ട് വന്നിരിക്കുന്ന ഒരു ഷെയ്ഡ്. ഇപ്പോഴാട്ടോ കറക്റ്റ് കളറ്. അടുത്തത് വരുന്നത് ഗ്രേയിലൊരു ഗ്രേ ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിൽ വന്നിരിക്കുന്ന എംബ്രോയിഡറി. നല്ല രസമുണ്ട് കേട്ടോ. ഗ്രേ ഇപ്പം അധികം അങ്ങനെ കാണാത്ത ഒരു ഷെയ്ഡല്ല. ഒരു ഗ്രേ ആൻഡ് ബ്ലാക്ക് എംബ്രോയിഡറി ആണ് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയുള്ളൊരു സാരി. അടുത്തത് വരുന്നതും ഒരു മെറൂണിൻ്റെ ഒരു ഷെയ്ഡ്. മെറൂൺ. അടുത്ത് വരുന്നത് നല്ലൊരു ഗ്രീൻ ഷെയ്ഡ്. ഗ്രീൻ നമ്മുടെ ബോട്ടിൽ ഗ്രീൻ പോലെ അത്രയും ഡാർക്ക് ഗ്രീൻ അല്ല, ഒരു ലീഫ് ഗ്രീൻ പോലെയൊക്കെ ഉള്ളൊരു ഗ്രീൻ ഇല്ലേ, അതേപോലത്തെ ഗ്രീനാട്ടോ. അടുത്തത് വരുന്നത് ഡിസൈൻ ഡിഫറെൻ്റ് ആണ്. ഇതിൻ്റെ റേറ്റ് എത്രയായിരുന്നു? ഇതൊരു ലാവൻഡർ ഷെയ്ഡ്. ഇത് 6850 ആണ്. ലാവൻഡർ ഷെയ്ഡിൽ ഇതിനകത്തും അതേപോലെ ഒരു സ്ട്രൈപ്സ് പാറ്റേൺ വരുന്നുണ്ട് മുന്താണിയിൽ. എന്നിട്ട് അതിനകത്ത് എംബ്രോയിഡറി ഡിസൈൻ കൊടുത്തിരിക്കുകയാണ്. ബോഡിയിൽ വരുമ്പോഴും ഇതുപോലെ തന്നെ ഒരു സ്ട്രൈപ്സ് ഡിസൈൻ ഇതേപോലെ വരുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ ഇൻ ബിറ്റ്വീൻ ഇങ്ങനെ എംബ്രോയിഡറി വർക്ക്. 6850. ഇങ്ങനെയാണ് വരുന്നത്. നമ്മൾ ലോവർ പോർഷനിൽ പ്ലീറ്റ് എടുക്കുന്ന പോർഷനിലേക്ക് വരുമ്പോൾ ഇതേപോലെ താഴെ പോർഷനിലാണ് നമുക്ക് ആ എംബ്രോയിഡറി വർക്ക് വരുന്നത്. ബ്ലൗസിൻ്റെ സ്ലീവ് എൻഡിലും ഈ ഒരു വർക്ക് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അത് 2 സൈഡിലും ഉണ്ട് കേട്ടോ. 2 സ്ലീവിലും വയ്ക്കാനുള്ള വർക്ക് 2 സൈഡിലായിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. $6850 റേഞ്ചിൽ വന്നിരിക്കുന്ന സാരീസ്. ലാവൻഡർ, നല്ലൊരു ബ്യൂട്ടിഫുൾ ലാവൻഡർ. അടുത്തത് വരുന്നത് അതിൻ്റെ ഒരു
നല്ലൊരു ഗ്രീൻ ടോൺ, നല്ല ബ്യൂട്ടിഫുൾ ഒരു ഗ്രീനിഷ് ടോൺ, സെയിം പാറ്റേൺ തന്നെ. നമുക്കിതിനകത്ത് ബോഡിയിൽ അങ്ങനെ ഒരു ത്രെഡ് വീവിൻ്റെ സ്ട്രൈപ്സ് പാറ്റേണും കൂടെ വന്നിരിക്കുന്നതുകൊണ്ട് നല്ലൊരു രസമാണ് കേട്ടോ സാരി കാണാനായിട്ട്. ഒരു പേസ്റ്റൽ ഗ്രീനിലേക്ക് വരുന്നൊരു ടോൺ. അടുത്ത് വരുന്നൊരു പിങ്ക്, പിങ്ക്, പിങ്കിൻ്റെ ഒരു നല്ലൊരു ഷെയ്ഡ്. അടുത്തത് വരുന്നത് ഇതൊരു ഒരു പീക്കോക്ക് ഗ്രീനിൻ്റെ ഒക്കെ അല്പം കൂടെ ലൈറ്റർ ടോണിലേക്ക് വരും. പീക്കോക്ക് ഗ്രീനിൻ്റെ ഒക്കെ അല്പം കൂടെ ലൈറ്റർ ടോണിലേക്ക്. അതിൻ്റെ വർക്കാണേലും ഇങ്ങനെ ഭയങ്കര കോൺട്രാസ്റ്റായിട്ട് നിൽക്കുന്ന വർക്കും അല്ല. ഇതൊക്കെ ഒരു പേസ്റ്റൽ ഗ്രീൻ ടോണിലേക്ക് വരുന്ന സാരി. പേസ്റ്റൽ ഗ്രീൻ, അടുത്തത് കണ്ടോ ഒരു ഓണിയൻ പിങ്ക് ഷെയ്ഡ്, ഓണിയൻ പിങ്ക് ഷെയ്ഡിലേക്ക് ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ സാരീസിൻ്റെ കളക്ഷൻസ്. ഇതിനകത്ത് ഏതെങ്കിലും പീസസ് ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ ഒന്നുകിൽ നമ്മുടെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് ത്രൂ പർച്ചേസ് ചെയ്യുക. രണ്ടിൻ്റെ ലിങ്ക് വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ടാകും. നമ്മുടെ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് നമുക്ക് ഈ പ്രോഡക്റ്റിലേക്ക് എത്താൻ പറ്റും കേട്ടോ. താങ്ക്